വൽ കലാമു ഫീ മന്ദൂറത്തിൽ ലാ തുസന്നുൽ ജമാഅത്തു ഫീഹാ ഖബ്ലു. നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ച, ആ സംസാരം ഫീ മന്ദൂറത്തിൻ ലാ തുസന്നുൽ ജമാഅത്തു ഫീഹാ ഖബ്ലു, മുമ്പ് ജമാഅത്ത് സുന്നത്തില്ലാത്ത മന്ദൂറത്തിലാണ്. അതേസമയം മുമ്പ് തന്നെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിലോ അതാ പറയുന്നത്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ, അതായത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണെങ്കിൽ കൽ ഈദ്, അതുപോലെ പെരുന്നാൾ നിസ്കാരം പോലെ, പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, അതുപോലെ തന്നെ പിന്നെന്താണ് ഒരുപാട് നിസ്കാരങ്ങൾക്ക് പിന്നെ ജമാഅത്ത് സുന്നത്തുണ്ട്. ആ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ് നേർച്ചയാക്കിയതെങ്കിൽ ഫഹിയ തുസന്നു ഫീഹി, അതിൽ ജമാഅത്ത് നേർച്ചയാക്കിയാലും സുന്നത്താക്കപ്പെടും. പക്ഷെ ലാലിൻ നദിരി, നേർച്ചയാക്കിയത് കൊണ്ട് ഉണ്ടായതല്ല, നേർച്ചയാക്കിയത് കൊണ്ടല്ല ജമാഅത്ത് സുന്നത്തായത്, പിന്നെ മുമ്പേ അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്, അതുകൊണ്ട്. അപ്പൊ നമ്മുടെ സംസാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നേർച്ചയാക്കിയ സുന്നത്ത് നിസ്കാരത്തിലാണ്. പിന്നെ എവിടെയുമാണ് നമ്മുടെ സംസാരം? വ ഫീമാലം തുന്തരിൽ ജമാഅത്തു ഫീഹ, ജമാഅത്തും കൂടി നേർച്ചയാക്കപ്പെട്ടിട്ടില്ല എങ്കിലാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം ഇവൻ എന്താക്കിയിട്ടുണ്ട്? ജമാഅത്ത് നേർച്ചയാക്കിയിട്ടുണ്ട്. ജമാഅത്തോടുകൂടി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനാണ് നേർച്ചയാക്കിയത്. അങ്ങനെയാണെങ്കിൽ ജമാഅത്ത് നിർബന്ധം തന്നെയായി. അതാ പറയും, ജമാഅത്ത് ആയിട്ട് നിർവഹിക്കാൻ നേർച്ചയാക്കപ്പെടാത്തതിലുമാണ് ഈ പറയുന്നത്. ഇല്ല, ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് വജബത്തുൽ ജമാഅത്തു ഫീഹ? അപ്പോ അവിടെ ജമാഅത്ത് നിർബന്ധം തന്നെയായി ഭിന്നത്തിന് നേർച്ച കൊണ്ട്. ജമാഅത്ത് നേർച്ചയാക്കാത്തടത്താണ് ഈ പറഞ്ഞത്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ, അതായത് ജമാഅത്ത് നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ വജബത്തുൽ ജമാഅത്തു ഫീഹ, ജമാഅത്ത് നിർബന്ധവുമായി ഭിന്നത്തിന് ആ നേർച്ച കൊണ്ട് ജമാഅത്ത് നിർബന്ധമായി. അപ്പോ നേർച്ചയാക്കിയ നിസ്കാരം പുറത്തുപോയി എന്ന് പറഞ്ഞു. പിന്നെ എന്തും പുറത്തുപോയി. ഖറജ ബിൽ ഫറായിദി അൽ മന്ദൂറത്തു എന്നതിനോട് അത്ഫായിട്ട ശേഷം പറയുന്നത് വൻ നാഫിലത്തു, സുന്നത്ത് നിസ്കാരവും പുറത്തുപോയി. സുന്നത്ത് നിസ്കാരത്തിലും എന്തില്ല? ജമാഅത്ത് അങ്ങനെ നേർച്ചയാക്കിയ നിസ്കാരം പുറത്തുപോയി. നേർച്ചയാക്കിയ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിശദീകരിച്ചത്. വൻ നാഫിലത്തു, സുന്നത്ത് നിസ്കാരവും പുറത്തുപോയി. ഫറായിദ് എന്ന് പറഞ്ഞതുകൊണ്ട് നാഫിലത്തും പുറത്തുപോയി. സുന്നത്ത് നിസ്കാരത്തിന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മർറ മശ്റൂഇയ്യതുഹ, അതെ, ഫീ ബഅദിഹ ദൂന ബഅദ്. എന്തായിട്ടുണ്ട്? സുന്നത്ത് നിസ്കാരത്തിൽ ആ ജമാഅത്ത് ശറഅക്കപ്പെടുന്നത് ചിലതിലുണ്ട്, ചിലതിലില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നേർച്ചയുടെ വിഷയത്തിൽ ഒരു ഖിലാഫ് നടക്കുന്നുണ്ട്. അതായത് ഒരു സുന്നത്തായ വിഷയം നേർച്ചയാക്കി കഴിഞ്ഞാൽ സംഗതി അത് വീട്ടൽ നിർബന്ധമായി. അത് വീട്ടൽ അവനിക്ക് ചെയ്തു വീട്ടൽ ഫർളായി. പക്ഷേ അതിന് ഫർളിൻ്റെ നിയമങ്ങൾ തന്നെയാണോ വരിക, അല്ല പഴയ സുന്നത്തിൻ്റെ നിയമങ്ങളാണോ ഉണ്ടാവുക എന്നുള്ളതിലൊരു ഖിലാഫുണ്ട്. അതായത് ഉദാഹരണത്തിന് പിന്നെ ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ നേർച്ചയാക്കി. സുന്നത്ത് നോമ്പ് നേർച്ചയാക്കിയാൽ നേർച്ചയാക്കുന്നതോടുകൂടി ഒരു ഫർളായി, ചെയ്തു വീട്ടൽ ഫർളായി. അപ്പോൾ ഇതിന് ഫർളിൻ്റെ നിയമങ്ങൾ തന്നെയാണോ അല്ല സുന്നത്തിൻ്റെ നിയമങ്ങൾ ബാധകമാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. അതായത് സുന്നത്തിൻ്റെ നിയമം, സുന്നത്ത് നോമ്പാണെങ്കിൽ അവനിക്ക് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. നിയ്യത്തിൽ തബീയത്ത് രാത്രി നിയ്യത്ത് വെക്കണം നിർബന്ധമില്ല. പക്ഷെ ഇത് നേർച്ചയാക്കിയതിന് ശേഷം ആ പഴയ സുന്നത്തിൻ്റെ നിയമം തന്നെയാണോ അല്ല ഇപ്പോൾ ഫർളായ നോമ്പിൻ്റെ നിയമമാണോ നടക്കുന്നത്? അവിടെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ത് തന്നെയാണ്? ഗാലിബിലും ഇത് ഫർളിൻ്റെ നിയമത്തിലാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ നേർച്ച ആക്കിയ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ ഒരാൾ സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയമങ്ങളല്ല ബാധകമാകുക. അത് ചെയ്തു വീട്ടൽ ഫർളായി എന്നതിന് പുറമെ പിന്നെ സാധാരണ സുന്നത്ത് നിസ്കാരം യാത്രയിലൊക്കെ കിബ്ലക്ക് മുന്നിടൽ നിർബന്ധമില്ല. വാഹനത്തിൽ നിന്ന് അവന് പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് എന്താക്കാം? സുന്നത്ത് നിസ്കരിക്കാം. പക്ഷെ നേർച്ചയാക്കിയ സുന്നത്ത് നിസ്കാരം അത് പറ്റൂല, അത് ഫർളിൻ്റെ നിയമം ബാധകമായി പോയി. എന്നതുപോലെ തന്നെ പിന്നെ എന്താണ്, ഒരാൾ സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ തയമ്മും ചെയ്ത് നിസ്കരിക്കേണ്ട നിസ്കാരമാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഓരോന്നിനും ഓരോ തയമ്മം തന്നെ വേണം. ഫർദ് നിസ്കാരത്തിനാകുമ്പോൾ ആ ഫർദ് നിസ്കാരത്തിൻ്റെ നിയമം സുന്നത്ത് നിസ്കാരത്തിനും ബാധകമായി. ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം എന്നാ സുന്നത്തിൻ്റെ നിയമം. അപ്പോൾ നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിന് ഫർദ് നിസ്കാരത്തിൻ്റെ നിയമമാണ് ബാധിക്കുക. ഒരു തയമ്മം കൊണ്ട് ഒരു മന്ദൂറത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവനിക്ക് ശറഇൽ വാജിബായ ഫർളിൻ്റെ വാജിബായ കാര്യത്തിൻ്റെ അമലിൻ്റെ മസലക്കിലാണോ ഇവൻ പ്രവേശിക്കുന്നത്, അല്ല ഇവൻ പഴയ പോലെ വാജിബില്ലാത്ത
ആ പിന്നെ അമലിൻ്റെ മസലക്കിലാണോ ഇവൻ ഈ നേർച്ചയാക്കലോടുകൂടി പ്രവേശിക്കുന്നത് എന്നുള്ളതിൽ ഖിലാഫുണ്ട്. ആ ഖിലാഫ് അനുസരിച്ചിട്ടാണ് ഇവിടെ ജമാഅത്ത് സുന്നത്തുണ്ടോ ഇല്ലയോ എന്ന് വരിക. അതായത് പിന്നെ വാജിബിൻ്റെ മസലക്കിലാണ് നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, ജമാഅത്ത് സുന്നത്തുണ്ട് എന്ന് വരും. ഫർദ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ എന്നതുപോലെ സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കലോടുകൂടി അവിടെ എന്തായി ജമാഅത്തും സുന്നത്തായി എന്ന് വരും. എല്ലാ ജായിസിന്റെ മസലക്കിലാണ് നടക്കുക. ജായിസ് എന്ന് പറഞ്ഞാൽ മുസ്തവി തൊർഫൈനിയായ ജായിസ് എന്നുള്ള അർത്ഥത്തിലല്ല, സുന്നത്തായ കാര്യമല്ലേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് വാജിബില്ലാത്ത അവസ്ഥയാണല്ലോ മുമ്പുണ്ടായത്, നേർച്ചയാക്കലോട് കൂടിയാണല്ലോ അത് വാജിബായത്. അപ്പോൾ ജായിസിന്റെ മസലക്ക് എന്ന് പറഞ്ഞാൽ വാജിബില്ലാത്ത ആ മസലക്കിലാണോ നടക്കുന്നത്, ആ അവസ്ഥയിലാണെങ്കിൽ പിന്നെ ആ നിയമത്തിലാണ് നടക്കുന്നതെങ്കിൽ പിന്നെ ഈ നേർച്ചയാക്കപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്ത് ഇല്ല എന്ന് വരും. ഇങ്ങനെ ഒരു ഫറക്കാക്കി പറഞ്ഞത് ആ ഒരു ഖിലാഫിൻ്റെ മേലെടുത്തിട്ട് ഇമാം മുജല്ല എന്തായത് ഇവിടെ പറഞ്ഞത് ശരിയല്ല. ഇവിടെ എന്തായാലും ജമാഅത്ത് സുന്നത്തില്ല തന്നെയാണ് മസല. വാജിബിൻ്റെ മസലക്കിൽ എടുത്താലും അതുപോലെ തന്നെ ജായിസിൻ്റെ മസലക്കിൽ എടുത്താലും എന്താണ് ഇവിടെ പിന്നെ ജമാഅത്ത് സുന്നത്താവൂല, മന്ദൂറത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. കിതാബുൽ ജമാഅത്ത് സബ്ക്ക് 3 ഹിയ ഫിൽ ഫറായിദി ഗൈറൽ ജുമുഅത്തി സുന്നത്തു മുഅക്കദ. ജുമുഅ അല്ലാത്ത മറ്റ് 5 വക്ത് ഫർദ് നിസ്കാരങ്ങളിലും മുഅക്കദത്തായ സുന്നത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനെന്താണ് തെളിവ്? ലിൽ ഖബറിൽ മുത്തഫഖി അലൈഹി, മുത്തഫഖ അലൈഹി ആയ ഹദീസ് ഉള്ളതിന് വേണ്ടി. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ജമാഅത്ത് നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാകുന്നു. ഐ ബിൽ മുഅ്ജമ മിൻ സ്വലാത്തിൽ ഫർദി എന്ന് പറഞ്ഞാൽ ദാലിന് പുള്ളിയുള്ള ദാല് കൊണ്ട് വായിക്കണം. ബി 27 ദറജ, ദറജയാൽ 27 കൊണ്ട് അഫ്ളലാകുന്നു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ്, 27 ഇരട്ടി കൊണ്ട് അഫ്ളലാണ്. 27 ദറജ എന്ന് പറഞ്ഞാൽ മറ്റൊരു റിവായത്തിൽ ബി 27 ദുഇഫൻ എന്ന് തന്നെ കാണാം. അപ്പോൾ 27 ഇരട്ടി എന്താണ് കൂലി ജമാഅത്ത് നിസ്കാരത്തിന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ലഭ്യമാണ്, അഫ്ളലാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സുന്നത്ത് മുഅക്കദത്താണെന്ന് പറയുന്നത്. അപ്പോൾ അഫ്ളലാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വൽ അഫ്ളലിയത്തു തഖ്തലിൻ നദ്ബിയ്യത ഫഖത്ത്. അഫ്ളലാണ് എന്നത് സുന്നത്താണ് എന്നതിനെ മാത്രമാണ് തേടുന്നത്. അപ്പം നിർബന്ധമില്ല എന്ന് അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാന്ന് പറയുമ്പോൾ അഫ്ളലിയത്ത് സുന്നത്തിനെയാണ് തേടുന്നത്, സുന്നത്താവലിനെ മാത്രമാണ് തേടുന്നത്, നിർബന്ധമാകുന്നില്ല. അപ്പോൾ ജമാഅത്ത് നിസ്കാരം മുഅക്കദത്തായ സുന്നത്താകുന്നു. പക്ഷേ ഇത് റാഫി ഇമാമിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇവിടെ നവവി ഇമാം ശേഷം എന്താകുന്നുണ്ട്, ഈ അഭിപ്രായത്തെ തിരുത്തിക്കൊണ്ട് കുൽത്തു അല്ല സഹിൽ മൻസൂസു അന്നഹ ഫർദു കിഫായ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മദ്ഹബിൽ മുഅ്തമദും നവവി ഇമാം റാജിഹാക്കുന്നതും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നതും ഒക്കെ എന്താണ്, ഫർദ് കിഫായയാണ്, സുന്നത്ത് മുഅക്കദത്തല്ല. ഫർദ് കിഫായയാണ് ജമാഅത്ത് നിസ്കാരം. അപ്പോൾ പിന്നെ ഇവിടെ അഫ്ളല എന്ന് പറഞ്ഞതോ, അഫ്ളലാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളൽ ജമാഅത്തായി നിസ്കരിക്കലാണ് എന്ന അർത്ഥത്തിൽ അതിനെ ഹംല ചെയ്യണം. അതേസമയം അതിൻ്റെ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഹുക്മ് ഫർദ് കിഫായാണ്. വലാ തുആരിദു, അപ്പോൾ 27 ഇരട്ടി കൂലുണ്ടെന്ന് പറഞ്ഞു. വലാ തുആരിദു ഹാദിഹി റിവായത 25. ഈ റിവായത്ത് എന്താകുന്നില്ല, ഇപ്പം 27ന്റെ റിവായത്ത് 25ന്റെ റിവായത്തിനോട് എതിരാവുന്നില്ല. അപ്പോൾ ഒരു 25 ഇരട്ടി കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഈ ഹദീസിനോട് എതിരാകുന്നില്ല. അല്ലെങ്കിൽ ഈ ഹദീസ് എന്താകുന്നില്ല, ഈ 27 ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞത് 25നോട് എതിരാകുന്നില്ല. 2 റിവായത്തുകൾ തമ്മിൽ തആറുദില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? 27 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ 27ലും ഒരു 25 ഉണ്ടല്ലോ. അക്സർ അക്കലിനെ നഫി ചെയ്യുന്നില്ല, ഖലീല് കസീർ എന്താകുന്നില്ല, ഖലീലിനെ നഫി ചെയ്യുന്നില്ല, ഇല്ലാതാക്കുന്നില്ല എന്നാണല്ലോ നിയമം. അന്നൽ ഖായിദത ഫീ ബാബിൽ ഫളായിലി 25ന്റെ റിവായത്തിനോട് എതിരല്ല എന്ന് പറയാൻ കാരണം, അതിനോട് ഇത് ഏറ്റുമുട്ടുന്നില്ല എന്ന് പറയാൻ കാരണം, അന്നൽ ഖായിദത ഫീ ബാബിൽ ഫളായിലി
ഫലായിലിൻ്റെ ബാബിലുള്ള നിയമം, ശ്രേഷ്ഠതയുടെ മഹത്വം പറയുന്നിടത്തുള്ള നിയമം, അൽ അഖ്ദു ബി അക്സരിഹ സവാബൻ, കൂലി കൂടുതലുള്ളത് കൊണ്ട് പിടിക്കലാൻ. 25 27 വന്ന് 27 ഉള്ളത് കൊണ്ട് പറയലാൻ. അലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുകൊണ്ടാവാം 25 27 വന്നത്? ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖ്ബർ ബിൽ ഖലീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖലീൽ കൊണ്ട് വിവരം അറിയിക്കപ്പെട്ടതാണ്. അവലൻ, ആദ്യത്തിലെ 25 കൊണ്ട് വിവരം അറിയിക്കപ്പെട്ടതാണ്. ജമാഅത്തിന് 25 ഇരട്ടി കൂലിയുണ്ട് എന്ന് വിവരം അറിയിക്കപ്പെട്ടതായിരുന്നു. സുമ്മ ബിൽ കസീരി, പിന്നെ കസീർ കൊണ്ട് വിവരം അറിയിക്കപ്പെട്ടതായിരുന്നു. സിയാദത്തൻ ഫി നിഅമത്തി അലൈഹി വഅല ഉമ്മത്തിഹി, നബി തങ്ങൾക്കും നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മേലും അനുഗ്രഹം ചെയ്യുന്നതിൽ സായിദയായിട്ട് അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്നതായിട്ട് വിവരം അറിയിക്കപ്പെട്ടതാണ്. 27 ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. 25 മാത്രമല്ല, എന്ന് നിഅമത്ത് വർദ്ധിപ്പിക്കുന്നതായിട്ട് അല്ലാഹു തആല അറിയിപ്പ് നൽകിയതാണ്, വിവരം അറിയിക്കപ്പെട്ടതാണ്. അപ്പോ എന്താണ്, 27ന്റെ ഹദീസും വന്നു.